ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നല്ല എരിവും മധുരവും പുളിയും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു പച്ചടിയുടെ റെസിപ്പി ആയിട്ടാണ്. സദ്യയുടെ ഐറ്റങ്ങളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു പൈനാപ്പിൾ പച്ചടി റെസിപ്പിയാണ്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണിത്. ഒരു ചട്ടിയിലേക്ക് ഞാൻ ഇതാ ഒരു കപ്പ് പൈനാപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത പൈനാപ്പിൾ തന്നെ എടുക്കാനായിട്ട് നോക്കുക, എന്നാൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ചുള്ള ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് കട്ട് ചെയ്തതും, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 കപ്പ് വെള്ളം, പിന്നെ ഇതാ 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം. ഇനിയിത് നല്ലപോലെ ഒന്ന് അടുപ്പത്ത് വെച്ച് തിളച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ പീസ് ശർക്കര ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് ഓട്ടോമാറ്റിക്കലി മെൽറ്റ് ആയിക്കോളും. ഇനിയിത് തിളച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റി വേവുന്ന ഒരു ടൈമിൽ നമുക്ക് തേങ്ങ ഒന്ന് ചിരകിയെടുക്കാം. 1 കപ്പ് തേങ്ങയാണ് വേണ്ടത്. അതൊന്ന് ഞാൻ ചിരക്കി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 പച്ചമുളക് എന്നിവയെല്ലാം കൂടിയിട്ട് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് നല്ല ഫൈനായിട്ട് തന്നെ ഇതൊന്ന് അരച്ചെടുക്കുക. അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഞാൻ ഇതൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഇതൊന്ന് അരച്ചവിടെ നമുക്ക് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് ചെയ്തു വെക്കേണ്ട ഒരു കാര്യം, തൈര് വേണം. അധികം പുളി കൂടിപ്പോവാത്ത രീതിയിലുള്ള തൈര് വേണം ഇതിലേക്ക് എടുക്കാൻ. എന്ന് വെച്ച് കുറഞ്ഞു പോകാനും പാടില്ല, അല്ലെങ്കിൽ നമ്മുടെ പച്ചടിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് 1 കപ്പ് തൈര് തന്നെ ഒരു ബൗളിലേക്ക് എടുത്തിട്ട് ഒരു സ്പൂൺ വെച്ച് നല്ല പോലെ അതിൻ്റെ കട്ടയൊക്കെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താലും മതി. ഇനി ഇതും നമുക്കവിടെ മാറ്റി വെക്കാം. എന്നിട്ട് പൈനാപ്പിൾ വെന്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ചെടുത്ത അരപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ആ പറഞ്ഞ അളവിലുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. 1/2 കപ്പ് വെള്ളമാണ് വേണ്ടത്. വെള്ളം കൂടിപ്പോവാൻ പാടില്ല. ഇനിയിത് ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് തിളപ്പിച്ചെടുക്കുക. നല്ല പോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. നല്ലപോലെ തിളച്ചാൽ മാത്രമാണ് ഓഫാക്കി കൊടുക്കേണ്ടത്. മൺചട്ടി ആയതുകൊണ്ട് തന്നെ ആ ഒരു ഓഫാക്കി കൊടുത്താലും ആ ഒരു തിളക്കുന്ന ഒരു സ്റ്റേജിൽ അത് പെട്ടെന്ന് തന്നെ മാറിക്കിട്ടില്ല. നോർമൽ ചട്ടി പോലെ അല്ലല്ലോ, മൺചട്ടിയിൽ അങ്ങനെ ഉണ്ട് ഒരു പ്രശ്നം. അപ്പോൾ ആ ഒരു തിളയൊക്കെ നിന്നാൽ മാത്രം തൈര് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ഇനി തൈരും കൂടി ചേർത്ത് നല്ല പോലെ അത് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഫസ്റ്റിൽ നമ്മൾ കുറച്ച് വേവിക്കുമ്പോഴിട്ട ഉപ്പല്ലേ, എന്തായാലും ആവശ്യമുണ്ടാവും. അപ്പോൾ ഇതാ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ആവശ്യമുണ്ടായിട്ടുണ്ട്. അതും കൂടി ഞാനൊന്ന് ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ പച്ചടി ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് താളിക്കുകയാണ് വേണ്ടത്. അതിനായിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. 1 ടീസ്പൂൺ കടുകിട്ട് അത് പൊട്ടിക്കഴിഞ്ഞാൽ 1/4 ടീസ്പൂണോളം ഉലുവ ഒന്ന് ചേർത്ത് കൊടുക്കുക. അതും കൂടി മൂത്ത് കഴിഞ്ഞാൽ കുറച്ച് കറിവേപ്പില, 1 വറ്റൽ മുളക് എന്നിവ ചേർത്തോട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് ഫ്ലെയിം ഓഫ് ആക്കുക. മുളക് ചേർക്കുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ആക്കണം, അല്ലെങ്കിൽ കരിഞ്ഞ സ്മെല്ല് വരാനായിട്ട് ചാൻസ് ഉണ്ട്. എന്നിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് മുഴുവനായിട്ടും ആ ഓയിലൊക്കെ ഒന്ന് പച്ചടിയിൽ മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ ഫുള്ളായിട്ടുണ്ട്. വേറൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവരോടും ബൈ.